ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ബിഗിനർ യൂട്യൂബേഴ്സ് കോമൺ ആയി ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. ആ മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഗ്രോ ചെയ്യാനുള്ള ഒരു വേ കുറച്ചും കൂടി ഈസി ആയിട്ട് മാറും. നമുക്ക് ഒരുപാട് നമ്മളെ ടൈം സേവ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ജേർണിയിൽ നമുക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മളെ ട്രയൽ ആൻഡ് എററിനുള്ള ഒരു ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോസ് അല്ലെങ്കിൽ അവർ മുമ്പ് ചെയ്തു വെച്ച ടിക്ടോക്ക് വീഡിയോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാന്നുള്ളതായിരിക്കും എല്ലാവരും ഫസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നിഷ് സെലക്ട് ചെയ്ത് ഇപ്പം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു വാക്കാണ് നിഷ് എന്നുള്ളത്. ഒരു സ്പെഷ്യലൈസ്ഡ് സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി നമുക്ക് നോളജ് ഉള്ള നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പരത്തിയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യും. അതിന് പകരം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നിഷ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സെയിം ടോപ്പിക്സിൻ്റെ കാര്യങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്പേഴ്സ് കൂട്ടാനുള്ള ചാൻസ് കൂടും. വളരെ മനുഷ്യ സഹജമായ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം. നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ആ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അത് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്ന കാര്യത്തിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ നന്നായിട്ട് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളായിരിക്കും, ഒരു അഭിനയിക്കാൻ താല്പര്യമുള്ള ആളായിരിക്കും. പക്ഷേ അവർ നേരെ ചിന്തിക്കുക, എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ നല്ലൊരു ക്യാമറ ഉണ്ടോ, എനിക്ക് നല്ലൊരു ട്രൈപോഡ് ഉണ്ടോ, എനിക്ക് നല്ലൊരു റിംഗ് ലൈറ്റ് ഉണ്ടോ, നല്ലൊരു മൈക്ക് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർ ഫസ്റ്റ് ചിന്തിക്കുക. നമുക്ക് ഇല്ലാത്തൊരു കാര്യത്തിനെ ഫസ്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. നമുക്കുള്ളൊരു കാര്യത്തിനെ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യും, മാറ്റിവെക്കും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും യൂട്യൂബ് ചാനൽ എപ്പോഴേക്കോ സ്റ്റാർട്ട് ചെയ്ത് വെച്ച ആൾക്കാരുണ്ടാവും, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആൾക്കാരുണ്ടാവും. ആ സമയത്ത് 1-2 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പോകെ ആ ചെയ്ത ഇൻട്രസ്റ്റ് ഒന്നും പിന്നീട് അങ്ങോട്ടേക്ക് ചിലപ്പോൾ വ്യൂസ് കുറഞ്ഞതിൻ്റെ കാരണത്താലോ സമയമില്ലാത്ത കാരണത്താലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ യൂട്യൂബ് ചാനൽ പതിയെ അവിടെ വെക്കും. ഇനി യൂട്യൂബ് കൊണ്ട് നമ്മൾ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്കൊരു പാഷനാണോ, യൂട്യൂബ് ഒരു പാഷനേറ്റ് ആയിട്ടൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് പെർ ഡേ നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഒരു സ്കെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. അതിനനുസരിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു വീക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തു, പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ആൾക്കാർക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല. ട്രസ്റ്റ് ഇൻ ദ സെൻസ് നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, പിന്നെ അവർക്ക് ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നെക്സ്റ്റ് അവർ നമ്മളെ ചാനലിൽ കയറി നോക്കുമ്പോൾ പിന്നീട് ഒരു വീഡിയോസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മളെ വീഡിയോസ് ഒരു ആൾ ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തംബ്നെയിൽസ്. ക്വാളിറ്റി കുറഞ്ഞ തംബ്നെയിൽസ്, നല്ല കാച്ചി അല്ലാത്ത തംബ്നെയിൽസ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർ നമ്മളെ വീഡിയോ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്, തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു വീഡിയോന് വ്യൂ വരുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മൾ നല്ല രീതിയിലുള്ള നല്ല കാച്ചി ആയിട്ടുള്ള നല്ല തംബ്നെയിൽസ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ യൂട്യൂബ് SEO എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതാണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്താണെന്നുള്ള അറിയാത്തവർ ഏറ്റവും സിമ്പിളറായിട്ട് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് പോയി നോക്കുക. സോ ഈ SEO എന്നുള്ളത് സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മളെ ചാനലിലേക്ക് ആൾക്കാർ വരാനുള്ള, അതായത് നമ്മൾ ആരും കാണാതിരിക്കുന്ന ഒരു കോർണറിൽ നിന്ന് നമ്മളെ ചാനലിനെ കുറേ ആൾക്കാർ വ്യൂ ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് യൂട്യൂബ് കൊണ്ടെത്തിക്കുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ട്. ഈ കീവേഡ്സിനെ നമ്മൾ പ്രോപ്പറായി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മളെ ചാനലിൽ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും ടാഗ്സിലും ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ട്യൂബ് പോലുള്ള ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഈ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു പുതിയ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിരിക്കും പെട്ടെന്ന് ഇൻട്രസ്റ്റ് കാണിക്കുക. എന്നാൽ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കീവേഡ്സ് റിസർച്ച് ചെയ്യാൻ ഇനീഷ്യലി ആരും തന്നെ തയ്യാറാവാറില്ല. അത് വ്യൂസിൻ്റെ നമ്പേഴ്സ് കുറയ്ക്കുകയും ചെയ്യും. സോ ഈ ഒരു കാര്യം എപ്പോഴും ഇഗ്നോർ ചെയ്യാതിരിക്കുക.
വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, നമ്മൾ ഒന്നുകിൽ വലിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വെരി ഷോർട്ട് വീഡിയോസ് ആയിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വ്യൂവേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ കുറവായിരിക്കും ഉണ്ടാവും. വലിയ വീഡിയോസ് ആകുമ്പം ഇത് ഡ്രാഗ് ചെയ്ത്, നമ്മൾ ടോപ്പിക് ഡ്രാഗ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അത് വ്യൂ ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മിനിമലൈസ് ചെയ്ത് എന്നാൽ വേണ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും പെർഫെക്ഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കും ഉണ്ടാവുക. ഈ പെർഫെക്ഷനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വളരെ ഡിലേ ആവാറുണ്ട് പല സാഹചര്യങ്ങളിൽ. നമ്മൾ ചിലപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടാവും, എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എന്നാൽ കൂടി അത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് പെർഫെക്റ്റ് ആയില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ കാരണം നമ്മളത് മെല്ലെ മെല്ലെ ഡിലേ ആക്കിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഡിലേ ആക്കുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്കെഡ്യൂൾ മാറും. നമ്മൾ ഇൻകൺസിസ്റ്റൻ്റായി വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് യൂട്യൂബേഴ്സാണ്. സോ പെർഫെക്ഷൻ നമ്മൾ ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പെർഫെക്ഷൻ വേണ്ട എന്നുള്ളതല്ല, എന്നാൽ കൂടി ഈ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഡിലേ ഉണ്ടാവും. പ്രാക്ടീസാണ് നമുക്ക് പെർഫെക്ഷൻ തരുന്നത്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കുറച്ച് പെർഫെക്ഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല, എന്നാൽ കൂടി നമ്മൾ നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. നമ്മൾ നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും, നല്ല തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യും, നമ്മളത് പോസ്റ്റ് ചെയ്യും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ഇൻട്രാക്ഷൻ. ചിലപ്പം നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാം, പക്ഷേ ചിലപ്പോൾ നന്നായിട്ടില്ല തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരത് ക്രിട്ടിസൈസ് ചെയ്തിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെപ്പോഴും അതിന് കമൻറ്റ് ചെയ്യാൻ, തിരിച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു, പക്ഷേ നമ്മൾ അതിൻ്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പ് അവൈലബിൾ ആണ്. അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീഡിയോസിന് എത്ര ഇംപ്രഷൻസ് ഉണ്ട്, എത്ര റീച്ച് ആയിട്ടുണ്ട്, അതിൻ്റെ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ്, വ്യൂവേഴ്സ് എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ്, ഓഡിയൻസ് എങ്ങനെയാണ്, നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മൾ ഏത് കീവേഡാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്, എവിടെയുള്ള ആൾക്കാരാണ് നമ്മളെ വീഡിയോസ് കാണുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ യൂട്യൂബ് അനലിറ്റിക്സിൽ നമുക്ക് കിട്ടും. പുതിയ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിട്ട് അവർ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ ഒബ്സസ്ഡ് ആയിരിക്കും. എപ്പോഴും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിയോ എന്നുള്ളത് അറിയാനായിരിക്കും എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. നാച്ചുറലി നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഫോളോ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ ക്വാളിറ്റി കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ അതിൽ ഫോക്കസ് കൊടുക്കുക, മോർ ദാൻ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നോക്കുന്നതിൽ. പിന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കോണ്ടൻറ്റ്സ് നമുക്ക് അതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമുക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയാസിൽ നമുക്ക് നമ്മളെ ഈ കോണ്ടൻറ്റ്സ് കൂടുതലായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂസ് കൂടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. മറ്റൊരു കാര്യം, പല യൂട്യൂബേഴ്സും നമ്മൾ വേറൊരു ചാനൽ കോപ്പി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വേറൊരാൾ ചെയ്യുന്ന അതേ സ്റ്റൈല്, വേറൊരാൾ ചെയ്യുന്ന അതേ വോയിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ ചെയ്യേണ്ട. നമുക്ക് നമ്മുടേതായ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മളുടെ ഓൺ സ്റ്റൈല് നമുക്ക് ഈ യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരാം. എല്ലാ ബിഗിനർ യൂട്യൂബേഴ്സിനും പെട്ടെന്ന് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് യൂട്യൂബിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും യൂട്യൂബ് ചാനലിലേക്ക് വരുന്നത്. ഒരുപാട് ലക്ക് ഫാക്ടേഴ്സ് ഇതിനെ ഫേവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വലിയ വലിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഹാർഡ് വർക്കും അവരെ എഫേർട്ടും ആണ് ഇതിന് ഏറ്റവും കൂടുതൽ, അവർ സ്പെൻഡ് ചെയ്തുള്ള ടൈമും ഒക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ അവരെ സക്സസ്സിലേക്ക് നയിച്ചിട്ടുള്ളത്. സോ നമ്മളെ ഇപ്പോൾ പൊതുവേ കാണുന്ന ആൾക്കാർ പെട്ടെന്ന് ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. റിസൾട്ട് ഫാസ്റ്റ് ആവണം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെ റിസൾട്ട് ഫാസ്റ്റ് ആവുന്നത് ചിന്തിക്കുന്നതിലും നമ്മൾ നല്ല ക്വാളിറ്റി കോണ്ടൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഗ്രാജുവലി അതിൽ നിന്നുള്ള റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോഴും ഭയങ്കര ക്ഷമയോടുകൂടി കാത്തിരിക്കുക, നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. സക്സസ് എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സംഭവിക്കുന്നില്ല, അത് ഗ്രാജുവലി സംഭവിക്കുന്നതാണ്. അതിന് വേണ്ട ഹാർഡ് വർക്കും എഫേർട്സും ടൈമും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ വെയിറ്റ് ഫോർ ദ റിസൾട്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൾ ടു ആക്ഷൻ എന്നുള്ളതാണ്. നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ റിമൈൻഡ് ചെയ്യുക, വ്യൂവേഴ്സിനെ, ഓഡിയൻസിനെ റിമൈൻഡ് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയുക എന്നുള്ളതാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ഈ ഒരു കാര്യം ആരും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ, എനിക്കൊരൊറ്റ കാര്യം മാത്രമാണ് പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത്. ഞാനും ഒരു പുതിയ യൂട്യൂബറാണ്. ഞാനിപ്പോഴും ഈ ഒരു ലേണിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉള്ള എല്ലാ സക്സസ്ഫുൾ യൂട്യൂബേഴ്സും
ഒരിക്കൽ ഒരു ബിഗിനർ ആയിരുന്നു. അവർ ആ ബിഗിനർ എന്നുള്ള ഒരു സ്റ്റേജിൽ നിന്നാണ് അവർ ഹാർഡ് വർക്ക് കൊണ്ടും എഫേർട്ട് കൊണ്ടും ഇപ്പോൾ ഒരു സക്സസ്ഫുൾ യൂട്യൂബർ എന്നൊരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. സോ എല്ലാത്തിനും സമയമുണ്ട്, എല്ലാത്തിനും അതിൻ്റെ എഫേർട്സ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ ഗ്രോ ചെയ്യുന്നുള്ളതാണ്. സോ ലെറ്റ്സ് ടുഗെദർ ഗ്രോ ഇൻ ദിസ് വേൾഡ് ഓഫ് യൂട്യൂബ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.